പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്ന് യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചത് കൊണ്ട്. അപ്പം ഇവിടെ കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അയൽവാസികളെ കൊണ്ടുള്ള ഉപദ്രവം ഭയങ്കരമാണ്. ആമേൻ. അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ആമേൻ. അപ്പം കർത്താവ് പറയുന്നത് പറഞ്ഞാൽ ഇതിന് അപവാദം പറയുക, തെറി വാക്ക് ഉപയോഗിക്കുക, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിലേക്ക് അയൽവാസികൾ മുഖാന്തരം ഉണ്ടാകുന്നതായിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പം അവർ നിലവിളിക്കുകയാണ്, ദൈവമേ നീ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരണേ എന്ന് അവർ നിലവിളിയാണ്. കർത്താവ് പറയുന്നു അതൊരു അപവാദ പിശാചാണ്, അതൊരു കലഹ പിശാചാണ്. മറ്റുള്ളവൻ്റെ സമാധാനം തല്ലിക്കെടുത്താൻ പിശാച് നടത്തുന്ന ഒരു തരം ഉപദ്രവമാണത്. അതിനേക്കാൾ ഉപരി ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നതിന് ലോകത്ത് കഷ്ടതയും കണ്ണുനീരും ഉണ്ടെന്ന് ബൈബിൾ തന്നെ പറയുന്നു. ആമേൻ. എന്നാൽ അതിനെ ജയിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ടെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ആരാണ് അതിനെ ജയിക്കുന്നവൻ? കർത്താവായ യേശു. ആമേൻ. അതിനാൽ കർത്താവായ യേശു നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്കൊരു വിടുതൽ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. എല്ലാ അപവാദ പിശാചുക്കളും യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ കലഹ പൈശാചിക ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആമേൻ. അത് സൗഖ്യമായിരിക്കുന്നു, അത് മാറിപ്പോയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.